എവരിവൺ. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ലൈവിലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ്സേ, ഈ +1 ഇപ്പം ഇത്രയും പ്രോഗ്രാംസ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്, അതായത് നമുക്ക് C++ പ്രോഗ്രാംസ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ +2 ചെല്ലുമ്പം ഇതിലും പാടായിരിക്കുമോ, അപ്പോൾ +1 ആണോ എളുപ്പം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ പ്രോഗ്രാംസ് കാണുമ്പം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ C++ ബേസ് ആക്കി പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമോ, +2 ചെല്ലുമ്പോഴത്തേക്കും അത് ഭയങ്കര പാടായിരിക്കുമോ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ കുറേ ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് C++ നിങ്ങൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇനി എന്താണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പ്രോഗ്രാംസ് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പ്രോഗ്രാംസ് നമുക്ക് പഠിക്കുമ്പോഴത്തേക്കും അതായത് ഏറ്റവും വലിയൊരു പാടുള്ള കാര്യമാണ് ഈ പ്രോഗ്രാംസ് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആ ഒരു ലോജിക്ക് കിട്ടുക, അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സുഖമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. പക്ഷെ അതൊന്ന് എന്താ പറയുക, അതൊന്ന് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. യെസ്, അത് മിസ്സിന് അറിയാം. അപ്പം എങ്ങനെ, അതായത് ആ ഒരു ഫ്ലോയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും, അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മിസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. യെസ്, അപ്പം മെയിനായിട്ടും അതായത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് തിങ് പഠിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. യെസ്, എനിക്കിത് പഠിക്കണം, പഠിച്ചെടുക്കണം എന്നുള്ളൊരു സാധനം നമ്മുടെ മൈൻഡിലേക്ക് വരണം. ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അതിന് ഫുൾ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരണം. ആൻഡ് രണ്ടാമത്തെ കാര്യം, നമ്മൾ അങ്ങനെ മൊത്തത്തിൽ റെഡി ആയിട്ട് വന്ന് നിന്നാലും നമ്മുടെ മനസ്സിൽ മടുക്കുന്നൊരു കാര്യമായിരിക്കും. നമ്മളിത് പഠിച്ചു വരുമ്പോൾ ഒരു തേങ്ങയെ മനസ്സിലാവുന്നില്ല, ഞാൻ ഇതൊക്കെ കൂടെ എങ്ങനെ പഠിച്ചു തീർക്കാനാ, ഇത്രയും തിയറീസ് കിടക്കുന്നു, ഇത്രയും പ്രോഗ്രാംസ് കിടക്കുന്നു, എല്ലാം കൂടെ ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും, ഇങ്ങനെയുള്ള ഒരു വലിയ ഡൗട്ട് ഇപ്പം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പം അതിനെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ, ഈ പറയുന്ന തിയറീനെയും പ്രോഗ്രാംസിനെയും കൂടെ ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. യെസ്, തിയറി പഠിക്കാൻ പാടുള്ളവരുണ്ടാവും, പ്രോഗ്രാംസ് പഠിക്കാൻ പാടുള്ളവരും ഉണ്ടാവും. അതുപോലെ തന്നെ തിയറി കുറച്ചും കൂടെ സ്പീഡിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ പവറുള്ള ആ ഒരു കഴിവുള്ള ആൾക്കാരുണ്ടാവും. അതേസമയം പ്രോഗ്രാംസിൻ്റെ ലോജിക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്ത് പ്രോഗ്രാംസ് കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റോ പ്രിഫറൻസിനൊക്കെ അനുസരിച്ച് മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം പഠിക്കുന്ന സമയത്ത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അല്ലെങ്കിൽ കാണാതെ പഠിക്കാൻ നോക്കിയാലും ഒന്നും ഈ പ്രോഗ്രാം നമ്മുടെ തലയിൽ കയറത്തില്ല. പ്രോഗ്രാം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ടും അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് കുറേയധികം സമയം വേണ്ടി വരും. ആൻഡ് നമ്മൾ കുറേയധികം പ്രോഗ്രാംസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവാം, ഒരു ബെറ്റർ രീതിയിൽ നമുക്ക് പ്രോഗ്രാംസിനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാംസ് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, അതാണ് ഇന്ന് മിസ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് തിങ്, നിങ്ങൾ എപ്പോഴും ഓർക്കുക, പ്രോഗ്രാംസും തിയറീസിൻ്റെയും കൂടെ ഒരു മിക്സാണ് നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിനകത്ത് ഈ സെക്കൻഡ് ടൈം എക്സാമിലേക്ക് നമ്മൾ അടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന കുറേയധികം പോർഷൻസും കൂടെ നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമുക്ക് കൂടുതലും ഉണ്ടായിരുന്നത് തിയറീസ് മാത്രമായിരുന്നു. സെക്കൻഡ് ടൈമിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഫുൾ പ്രോഗ്രാംസിലേക്ക് ഉള്ള ഒരു ഇത് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ കുറേയധികം തിയറീസ് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. സോ നമുക്ക് ഇനിയും തിയറീസ് അത് തന്നെ, അതായത് സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക്, അതായത് ഓൾറെഡി പഠിച്ചൊരു കാര്യം നമുക്ക് വീണ്ടും അതൊന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല, അല്ലേ? അപ്പോൾ തിയറി പഠിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയം കുറയ്ക്കുക. ആൻഡ് പ്രോഗ്രാംസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഒരു പ്രോഗ്രാം ചെയ്തത് കൊണ്ടൊന്നും ആവാൻ പോകുന്നില്ല മക്കളെ. ഒരു പ്രോഗ്രാം ഞാൻ ചെയ്ത് നോക്കി, ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിങ്ങനെയാണല്ലേ, അങ്ങനെയല്ല. മോർ ആൻഡ് മോർ പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. അങ്ങനെ നിങ്ങൾ കുറേയധികം പ്രോഗ്രാംസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, നിങ്ങൾക്ക് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്ന് കഴിയുമ്പം അതിനെ നീറ്റായിട്ട് അറ്റൻഡ് ചെയ്യാനും കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിനെ ആൻസർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പം നിങ്ങൾ പ്രോഗ്രാംസ് പഠിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദ മോർ യു സ്റ്റഡി ദ ലെസ് ടൈം യു നീഡ് ഇൻ എക്സാം.
യെസ്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാംസ് പഠിക്കാൻ നല്ല സമയം എടുത്തോ. ഇപ്പം നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചോ, പഠിക്കാനായിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ തിയറിയും പഠിക്കാനുണ്ട് ആൻഡ് പ്രോഗ്രാംസും പഠിക്കാനുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ തിയറിനെ കുറിച്ചിട്ടുള്ളൊരു ബേസ് കാര്യങ്ങളൊക്കെ കിട്ടിയാലേ നമുക്ക് പ്രോഗ്രാം പഠിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ആദ്യം തിയറി കാണാതെ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ തിയറി പല രീതിയിലായിരിക്കും പലരും പഠിക്കുന്നുണ്ടാവുക. തിയറി പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആ തിയറീനെ ഫുള്ളായിട്ടൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലേ? ജസ്റ്റ് അത്രയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇറ്റ്, അതാണ് ചെയ്യേണ്ടത്. എന്താണ്? നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ മനസ്സിലാക്കിയതിൻ്റെ ബേസിലുള്ള പ്രോഗ്രാംസിനെ ചെയ്തു നോക്കുക. ആദ്യം ഒരു പ്രോഗ്രാം ചെയ്യുന്നു, ചിലപ്പോൾ നമുക്ക് കുറേ തെറ്റുകൾ അതിനകത്ത് വരും, കറക്റ്റ് ചെയ്യുക. എഗെയിൻ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ്റെ തന്നെ വീണ്ടും പ്രോഗ്രാംസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചെയ്ത് പഠിക്കുന്നതെന്ന് വിചാരിച്ചു. ആദ്യം നമ്മുടെ വൈൽ ലൂപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു, വൈൽ ലൂപ്പ് ചെയ്തു, തെറ്റിപ്പോയി, വീണ്ടും ചെയ്യുക, തെറ്റിപ്പോവും, വീണ്ടും ചെയ്യുക. അങ്ങനെ കുറേ ടൈം നിങ്ങൾ ഈ പ്രോഗ്രാംസ് ഒന്ന് ചെയ്ത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മീൻസ് നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് പിടികിട്ടും. നിങ്ങൾ എന്തായാലും അല്ലാതെ നമ്മൾ എത്ര പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ തലയിലേക്ക് കയറത്തില്ല. കാരണം പ്രോഗ്രാംസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോജിക്ക്, ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാംസ് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരിക്കലും കാണാതെ പഠിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. ഫസ്റ്റ് തിങ് നമ്മൾ അത് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ സമയം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾ 2 ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പം 2 ദിവസം വേണ്ട, നിങ്ങളൊരു 2 മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചോ. ആദ്യത്തെ ഒരു 20 മിനിറ്റ് നിങ്ങൾ തിയറീസ് മൊത്തത്തിലൊന്ന് വായിക്കുക. ഏത് പ്രോഗ്രാമാണോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി വായിക്കുക. ആൻഡ് ആ തിയറി വായിച്ചതിൻ്റെ ബേസിൽ ആ പ്രോഗ്രാം കുറേ തവണ ചെയ്ത് നോക്കുക. ഒരേ പ്രോഗ്രാം തന്നെ നിരവധി തവണ ചെയ്ത് നോക്കുക എന്നുള്ളതല്ല, ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഈ ഒരു ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്, ഇപ്പോൾ 4 ലൂപ്പ് ആണെങ്കിൽ 4 ലൂപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നമുക്കതിൻ്റെ ലോജിക്കും കണക്ഷനും ഒക്കെ കിട്ടുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട്, അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ 20 മിനിറ്റ് നമ്മൾ തിയറി വായിച്ചു, പിന്നെയുള്ള ഇപ്പോൾ 1 hour ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 40 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എക്സാമിലേക്ക് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്കറിയാം പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ ഇപ്പം നമുക്ക് എന്താ എഴുതാനുള്ള ഒരു ഹാഷ് ഇൻക്ലൂഡ് യു സ്ട്രീം, ഇത് നമ്മൾ എഴുതി വരാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാനായിട്ട് പറ്റും. അതേസമയം തിയറി ആണെങ്കിൽ നമുക്കറിയാം കുറച്ച് നമ്മൾ അധികം എഴുതേണ്ടി വരും. പ്രോഗ്രാംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ്. അതായത് അതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ അതിൻ്റെ ഉള്ളിൽ വരേണ്ട ബേസിക് കണ്ടന്റ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രോഗ്രാം പഠിക്കാൻ മോർ ടൈം സ്പെൻഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോഴത്തേക്കും വളരെ കുറച്ച് സമയം വേണ്ടി മതിയാവും പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റിലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ തിയറി ടൈം. തിയറി പഠിക്കുന്ന സമയത്ത് മിസ് ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് പഠിക്കും, അല്ലേ? ആൻഡ് അതിന് ശേഷം ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചുകൂടെ ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അതായത് നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കി, എനിക്ക് എഴുതാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ബേസിൽ എന്ത് ചെയ്യാനായിട്ട് നോക്കുക? എക്സാമിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഗ്യാസ് അടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ പ്രോഗ്രാംസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലും തിയറിയും മനസ്സിലാവുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റിലത്തെ ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ തിയറിക്ക് കൊടുത്ത് ബാക്കി 40 മിനിറ്റ്സ് നിങ്ങൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ എന്തായി? നിങ്ങൾ തിയറിയും ഏകദേശമൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ലെവലിലേക്ക് വരും. പിന്നെ നമുക്ക് കുറേ വേർഡ്സ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രം വീണ്ടും നമ്മൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുക. ഇന്നതാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക.
ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തിയറിയും പ്രോഗ്രാമും ഒരുപോലെ കവർ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അല്ലാതെ വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് പ്രോഗ്രാം പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നത്. ഇത് എപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും മനസ്സിലാവാതെ നമ്മളിങ്ങനെ പകച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ ആ ഒരു ടൈം മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം ഏകദേശം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മാറിയില്ലേ? എങ്ങനെയാണ് ഈ തിയറീസിനെയും പ്രോഗ്രാംസിനെയും അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? യെസ്, അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കാം. നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എക്സാമിന്. ഓൾ ദി ബെസ്റ്റ്.